മുതിരയും മുരിങ്ങയിലയും വെച്ചിട്ടൊരു തോരനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ തലേന്നേ സോക്ക് ചെയ്ത് വെച്ചതാണ് ഒരു 1/4 കപ്പ് മുതിര. ഇനി നമുക്കിത് ഞാൻ നന്നായി കഴുകി എടുത്ത് വെച്ചത് കുക്കറിലിട്ട് വേവിക്കാൻ ഒരു 2 വിസിൽ. ഇതിൽ ഞാനൊരു 1/4 കപ്പ് വെള്ളവും ഒരു 1/4 കപ്പ് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ടാണ് ഇനി ഇത് വേവിക്കാൻ വെക്കുന്നത്. ഇതിനു വേണ്ടി ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂണ് മഞ്ഞൾ, 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂണ് ജീരകം, 2-3 കറിവേപ്പില, ഒരു 2 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ അതുപോലെ തന്നെ 2 വെളുത്തുള്ളിയും. ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക ചെയ്യുക. പാൻ വെച്ച് നമ്മൾ 1 ടീസ്പൂണ് എണ്ണ ഒഴിക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് കടുക്, 2 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില. ശേഷം ഒരു 5-8 ചെറിയുള്ളിയും അത്ര തന്നെ വെളുത്തുള്ളിയും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒന്ന് വഴറ്റാം. ഇത് നന്നായി വഴന്നതിന് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്. ഇതൊരു കളറിന് വേണ്ടി ഇടുന്നതാണ്. അതായത് നമുക്കിതിലേക്ക് ഒരു പിടി മുരിങ്ങയില ഇടുന്നുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച മുരിങ്ങ ഇടുന്നുണ്ട്, മുതിര ഇടുന്നുണ്ട്. ആ വെള്ളത്തോടും കൂടി തന്നെ ഇതിലിടുക. മുതിര വെന്ത് ചെയ്യാൻ പാടില്ല, നല്ല ഇതുപോലെ ഉണ്ടാവണം. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആവട്ടെ. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ഇടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് അപ്പോഴത്തേക്കും ഇത് ഓക്കെ ആവും. അങ്ങനെ നമ്മുടെ അടിപൊളി മുതിര മുരിങ്ങയില തോരൻ റെഡിയായി. ഇനി മുരിങ്ങയില കിട്ടിയാൽ ഒരിക്കലും നിങ്ങളിങ്ങനെ വെച്ച് നോക്കണേ. ഒരു പിടി മുരിങ്ങയില മതി, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ.